IM വിജയനെ അപമാനിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിലവിളക്ക് കൊളുത്തി വെച്ച സ്റ്റേജിൽ ചെരുപ്പിട്ടുകൊണ്ട് നൃത്തം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇവർ ആരോപിക്കുന്ന ഒരു കുറ്റം. ഇതിനുള്ള മറുപടി പറയാനുള്ളത് IM വിജയനോടാണ്. അദ്ദേഹത്തിന് അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ ഈ ഹിന്ദുമതവും അതിൻ്റെ ആചാരങ്ങളും വിട്ട് പുറത്തു വരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ബാബാ സാഹിബ് പറഞ്ഞത്, ഒരിക്കലും ഈ ഹിന്ദുമതം നിങ്ങൾക്ക് മാന്യത നൽകുകയില്ല, അതുകൊണ്ട് തീർച്ചയായും ആ മതം വിട്ട് പുറത്തേക്ക് പോവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും അവരുടെ ഒരു ആചാരങ്ങളും മര്യാദകളും എത്ര മാന്യമായി പിന്തുടർന്നാലും അവർ ഒരിക്കലും അർഹിക്കുന്ന മാന്യതയോ മര്യാദയോ അന്തസ്സോ നൽകുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നുവരെ യാതൊരുവിധ വിവാദങ്ങളിലും ചെന്നുപെടാത്ത ഒരു മഹനീയ വ്യക്തിത്വമാണ് IM വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പോലും അവർ ഇത്രത്തോളം മര്യാദയില്ലാത്ത രീതിയിൽ ആക്ഷേപിച്ചിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നിലവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പവിത്രതയുള്ള ഒരു വസ്തുവാണോ? എന്താണ് നിലവിളക്കിന്റെ പവിത്രത? അതിന് വെളിച്ചം തരിക എന്നതിനപ്പുറത്തേക്ക് എന്ത് പവിത്രതയാണുള്ളത്? ഒരു കാലത്ത് മനുഷ്യർ വീടുകളിൽ രാത്രി കാലങ്ങളിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു വസ്തുവാണ്. ആ വസ്തു തന്നെയാണ് പൂജാമുറിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് ഈ ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്ന കാലത്ത് പൂജാമുറിക്ക് വെളിയിൽ ഇതിന് സ്ഥാനമില്ലാതെയായി. കാരണം വൈദ്യുതി വിളക്ക് നല്ല നിറഞ്ഞ വെളിച്ചമാണ്, അപ്പോൾ നിലവിളക്കിന്റെ ആവശ്യമില്ല അവിടെ. അപ്പോൾ പൂജാമുറിയിൽ ഒതുങ്ങിപ്പോയ വിളക്കിന് എന്തോ പവിത്രതയുണ്ടെന്ന് വലിയ ചിന്താശേഷിയൊന്നുമില്ലാത്ത ആളുകൾ അങ്ങ് വിശ്വസിച്ചു. അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനെന്തോ പവിത്രതയുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം. ഇതിനെന്താണ് ഇത്ര വലിയ പവിത്രതയുള്ളത്? ഒരു കാലത്തുനിന്നല്ല, ഇപ്പോഴും ഈ തിരുവാതിര കളിക്കുന്നത് ഈ സ്ത്രീകള് വട്ടം ചുറ്റി കളിക്കുന്നതിന്റെ നടുവിലാണ് ഈ വിളക്ക് വെക്കുന്നത്. അങ്ങനെ ആ സ്ത്രീകൾ ഇതിന് ചുറ്റും അർദ്ധനഗ്നരായി എന്ന് പറഞ്ഞാൽ നേരിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ആണ് പണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറെ വേഷവിധാനങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അതിന് യാതൊരു കുഴപ്പമില്ല, അതിന്റെ പവിത്രതയ്ക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. ഇവിടെ IM വിജയൻ നൃത്തച്ചുവടുകൾ അതിനടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് അശുദ്ധമാവുകയും പവിത്രതയില്ലാത്തൊരു കാര്യമാവുകയും ചെയ്തു. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ എത്ര കാശുണ്ടെങ്കിലും കോളനി സ്വഭാവം പോകുകയില്ല എന്ന് പറഞ്ഞത്. ആലോചിച്ച് നോക്കുക, ഇവന്റെയൊക്കെ സാംസ്കാരിക നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. കോളനി നിലവാരം പോവുകയില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. ഇവിടെ കേരളത്തില് ഒഴികെ മറ്റുള്ള സ്ഥലങ്ങളിൽ, എന്നാൽ കേരളത്തിലും ഉണ്ട്, പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ബ്രാഹ്മണർ താമസിക്കുന്ന എവിടെയാണ്? അവരുടേത് മാത്രമായ കോളനിയിലാണ് താമസിക്കുന്നത്. എല്ലായിടങ്ങളിലും ഓരോരോ മനുഷ്യർ അവരവരുടെ കോളനികളിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം മാത്രമാണ് കുറച്ച് വ്യത്യസ്തമായി ആളുകൾ ഇടകലർന്ന് താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ കോളനി എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത മരമണ്ടന്മാരാണ് ഈ സംസ്കാരശൂന്യരായ ഈ അഭിജാതർ എന്ന് പറയുന്നത്. മനുഷ്യന് അവന്റെ ക്വാളിറ്റിയിൽ തിരിച്ചറിയാൻ കഴിയാത്ത വൃത്തികെട്ട മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു മാറ്റവുമില്ല. IM വിജയൻ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പട്ടികജാതി ഹിന്ദുക്കളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു കുറച്ചെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ പിന്തുടരുകയോ ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഹിന്ദുമതം ഒരിക്കലും ജന്മം കൊണ്ടല്ലാതെ കർമ്മം കൊണ്ടാരെയും പരിഗണിക്കുകയോ ആദരിക്കുകയോ ചെയ്യുകയില്ല. അവർ നിങ്ങളെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനാണ് അവർ ഈ ജാതി നിലനിർത്തുക, ജാതി മഹത്തരമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്.